2-3 ദിവസത്തേന് എനിക്ക് അത് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത്രമാത്രം എൻ്റെ മനസ്സിനെ അത് ഞെട്ടിച്ച് കളഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഒരു അരേക്കർ സ്ഥലം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പായിയുടെ ഇഷ്ടം പോലെ ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ 2 വ്യക്തിയോടായിട്ട് മേടിച്ചതാണ് ഇപ്പോൾ ഈ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കാണുന്ന 60 സെൻറ്റ് സ്ഥലം. ഏക്കറിന് ഏകദേശം 1 കോടി രൂപ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. നല്ല ഒരു കണ്ണായ സ്ഥലം തന്നെയാണ്. അവർക്ക് ദാനമായിട്ട് നൽകുന്നത് നല്ലത് കൊടുക്കണം എന്ന് ഞാനൊരു നല്ല ഫൈനൽ തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഇത് തന്നെ കൊടുത്തേക്കാം അവർക്ക്. 17 സെൻറ്റ് സ്ഥലം എനിക്ക് ബാക്കി വരുന്നുള്ളൂ. പക്ഷേ അതും ആരെങ്കിലും നിരപരാധികളായിട്ട് ആരും പരവയ്ക്കാനില്ലെങ്കിൽ അവർക്ക് ഞാൻ അതും കൂടെ കൊടുക്കും. വയനാട് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് പയ്യാവൂരിലെ കുടിയേറ്റ കർഷകന്റെ കൈത്താങ്ങ്. 74-കാരനായ പുത്തൻപുരയ്ക്കൽ ഏലിയാസാണ് തന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം ദുരന്തബാധിതർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമ്പുകളിലേക്ക് ഈ ആൾക്കാരെ എടുത്തുമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഈ പോകുന്ന വഴിയിലും അവിടെ ചെന്നും ഈ കുഞ്ഞു മക്കളുടെയും വാർദ്ധക്യമായ മാതാപിതാക്കന്മാരുടെയും അല്ലാത്ത എല്ലാവരുടെയും ഈ ഒറ്റപ്പെട്ട ആ വേർപാടിൻ്റെ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മനസ്സാക്ഷിയുള്ള വ്യക്തിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വലിയ കാഴ്ചപ്പാടായിട്ട് എനിക്ക് വളരെ എൻ്റെ ഫീലിംഗ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് 2-3 ദിവസത്തേന് എനിക്ക് അത് കണ്ടിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത്രമാത്രം എൻ്റെ മനസ്സിനെ അത് ഞെട്ടിച്ച് കളഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അത്രയൊരു അങ്ങനെയൊരു വല്ലാത്ത വിഷമം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടുത്തമില്ല. എൻ്റെ കയ്യിൽ പൈസയില്ല കൊടുക്കാനായിട്ട്. പിന്നെ പോയിട്ട് എനിക്ക് ആകെയുള്ളത് 1 ഏക്കർ സ്ഥലമാണ് എൻ്റെ പേരിലുള്ളത്. 4 ഏക്കർ സ്ഥലം ഞാൻ അധ്വാനിച്ച് 4 ഏക്കർ 23 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് പൊതുമുതലായിട്ടുള്ളത്. അതിൽ 1 ഏക്കർ ഭാര്യയ്ക്ക് കൊടുത്തു, 1 ഏക്കർ മൂത്ത മകന് കൊടുത്തു, 1 ഏക്കർ ഇളയ മകന് കൊടുത്തു. 1 ഏക്കർ 23 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലും ഉണ്ട്. ആ 1/23 ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടുത്തവും കിട്ടിയില്ല. ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നോർത്ത് ഞാൻ ഭാവിട്ട് കരഞ്ഞുപോയി. അങ്ങനെ ഒരു വലിയ അവസ്ഥയാണ് എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു ഫീലിങ്ങിലേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു, മോനെ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പായ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 1 ഏക്കർ സ്ഥലം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പായിയുടെ ഇഷ്ടം പോലെ ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എല്ലാവരും 5 സെൻറ്റാണ് കൊടുക്കുന്നത് ഒരു വീടിന്. അപ്പം ഞാൻ നോക്കുമ്പോൾ 5 സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പെര തീർന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചീനി കുടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ ഇടുക, ഒരു ചേമ്പ് നടുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 സെൻറ്റ് സ്ഥലം കൊടുത്തേക്കാം. അങ്ങനെ അത് 10 സെൻറ്റ് സ്ഥലമാക്കി 10 സെൻറ്റ് കൊടുക്കാമെന്നുള്ളത് അങ്ങനെ തീരുമാനമാക്കി. അങ്ങനെ 10 സെൻറ്റ് സ്ഥലം അവരോട് വാക്ക് പറഞ്ഞു. 10 സെൻറ്റ് ഒരാളിന് ഒരു വീടിന്. അങ്ങനെ 5 പേർക്ക് 1/2 ഏക്കർ സ്ഥലം അങ്ങനെ പറഞ്ഞ് അതങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എല്ലാം സർക്കാർ വകയിൽ അവർക്ക് ചെയ്തു കൊടുക്കണം. സ്ഥലം ഞാൻ കൊടുക്കും, വെള്ളം, കറണ്ട്, മറ്റേ പെരയുടെ കാര്യങ്ങൾ എല്ലാം സർക്കാരിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ ആണ് പറഞ്ഞ് ഞാനത് അവരെ ന്യൂസുകാരെ അറിയിച്ചത്. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ആ കേസ് അങ്ങനെ അവിടെ ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞാണ് വെള്ളങ്ങാടിന് 3 ദിവസം മുമ്പാണ് ഇവിടെ 2 പേര് വന്നത്. വന്ന് അവർ ഇത് കണ്ടു, അവർക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ 5 പേർക്ക് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഒരാളിന് തന്നെയായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, 5 പേർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാം, അവരെയും കൂടെ കണ്ടൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു.
ഈ 1977 ഞാൻ തിരുവിതാംകൂറിൽ നിന്ന് ഇവിടെ ഈ കുഞ്ഞിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമേ ഇവിടെ വരിക. ഈ 1600 രൂപ കൊടുത്ത് ഞാൻ അവിടെ ഒരേക്കർ സ്ഥലം മേടിച്ചു. അതിൽ നിന്ന് ആധാരത്തിനുള്ള പൈസയും ചിലവിനുള്ള പൈസയും അതിൽ നിന്ന് പിടിക്കണം. അപ്പോൾ അത് എത്രമാത്രം കുറച്ച് കിട്ടാൻ പറ്റുമോ അത്രമാത്രം കുറച്ച് അത് മേടിച്ചു. ഈ കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ നോക്കുമ്പോൾ പെര വയ്ക്കാൻ കയ്യിൽ പൈസയില്ല. ഞാനാകെ വളരെ വിഷമിച്ചു. അപ്പോൾ അടുത്തൊരു വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞ് എനിക്കൊരു ചെറിയ പെര ഉണ്ടാക്കണം, നിങ്ങളുടെ പറമ്പിൽ നിന്ന് എന്തെങ്കിലും കാട്ടുകൊഴുക്കോലെ എനിക്ക് തന്നാലൊരു പെര വയ്ക്കാമായിരുന്നു. അവർ പറഞ്ഞ് ചേട്ടൻ്റെ ആവശ്യത്തിന് കൊത്തിയെടുത്തു എന്ന് പറഞ്ഞ് അവരെന്നെ ഒരുപാട് സഹായിച്ചു. അങ്ങനെ ഞാൻ പെരയാക്കി. അങ്ങനെ 8-10 വർഷം ഞാൻ അവിടെ ജീവിച്ചു. അപ്പോൾ ഈ 1300 രൂപ കൊടുത്താണ് ആ സ്ഥലം മേടിച്ചത്. ബാക്കി പൈസ അവിടുത്തെ പെരപണിയാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബാക്കി വെച്ചു. ആ 1300 രൂപയ്ക്ക് 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സ്ഥലം വിറ്റത് 80,000 രൂപയ്ക്ക് ആ സ്ഥലം വിറ്റു. 80,000 രൂപയ്ക്ക് ആ സ്ഥലം വിറ്റേച്ചാണ് ഞാനിവിടെ ചമതച്ചാലിൽ വന്ന്, ചമതച്ചാലിൽ അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെയായിരുന്നു എൻ്റെ നേരത്തെ പെര. അവിടെ നിന്നുകൊണ്ട് ഈ മേഖലയെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുക്കുന്നത്. പകൽ മറ്റുള്ളവർക്ക് പണിക്ക് പോവും, രാത്രി എൻ്റെ വീട്ടിൽ ഈ ഒരേക്കറിൽ സ്വന്തം ജോലി ചെയ്താണ്. 2020 വരെ ഞാൻ അങ്ങനെ കഠിന അധ്വാനത്തിൽ അങ്ങനെ ജീവിച്ചു. അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് സുഖമില്ലാതെയായി, വിടുകാത്തിനെ കണ്ട് ആശുപത്രി പോക്കായി, സ്ഥിരം അങ്ങനെ തൊഴിലായി ആശുപത്രി ജീവിതം. അങ്ങനെ പിന്നെ കുറേശ്ശെ എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യത്തിൽ ഞാൻ ഈ ഭാര്യയുടെ രോഗം കൊണ്ട് അകപ്പെട്ടു പോയി. പിന്നെ അവിടുന്ന് ഞാനിങ്ങനെ കുറേശ്ശെ ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി 5 സെൻറ്റ് 10 സെൻറ്റ് മേടിച്ചതൊക്കെ വിറ്റിട്ട് എനിക്ക് പ്രായമാകുമ്പോഴത്തേനും കൂടുതൽ കുന്നും മലയൊന്നും കയറി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ വിഷമിപ്പിക്കാതെ ഈ അവിടെ ഇവിടെ കിടക്കുന്ന സ്ഥലം എല്ലാം കൂടെ എനിക്ക് ഒരുമിച്ച് ആക്കി തരണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം എന്നെ ആ കാര്യത്തിൽ ഒരുപാട് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ 2 വ്യക്തിയോടായിട്ട് മേടിച്ചതാണ് ഇപ്പോൾ ഈ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ കാണുന്ന 60 സെൻറ്റ് സ്ഥലം. എനിക്ക് കുറച്ച് അപ്പുറം മാറി 33 സെൻറ്റ് സ്ഥലമുണ്ട്, അത് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ അവർക്ക് ദാനമായിട്ട് നൽകുന്നത് നല്ലത് കൊടുക്കണം എന്ന് ഞാനൊരു നല്ല ഫൈനൽ തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഇത് തന്നെ കൊടുത്തേക്കാം അവർക്ക്, അവർ നന്നായി ജീവിക്കട്ടെ, അവർ രക്ഷ പ്രാപിക്കട്ടെ എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനമെടുത്തേച്ചാണ് മകനെ അത് ചോദിച്ചു. മകനെ അതിന് പൂർണ്ണമായ സപ്പോർട്ടും നൽകി. കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ കൊടുക്കാമെന്നൊരു നല്ല താല്പര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി എനിക്ക് അധികമൊന്നുമില്ല. ഇവിടെ 17 സെൻറ്റ് സ്ഥലം എനിക്ക് ബാക്കി വരുന്നുള്ളൂ. പക്ഷേ അതും ആരെങ്കിലും നിരപരാധികളായിട്ട് ആരും പരവയ്ക്കാനില്ലെങ്കിൽ അവർക്ക് ഞാൻ അതും കൂടെ കൊടുക്കും. കാരണം എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രായമായി. ഞാൻ 74 വയസ്സ് പ്രായം എനിക്കായി. ഇനിയിപ്പോൾ ഇല്ലേലും എൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് നല്ല ധൈര്യം എൻ്റെ ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ട്. ദൈവം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ കരുത്തറ്റ ആ വലിയ സ്നേഹത്തിന് എനിക്ക് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല. ഞാൻ രാത്രി എഴുന്നേറ്റ് 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുക. അതുപോലെ വൈകുന്നേരവും 2 മണിക്കൂർ നേരം ഞാൻ ഈ ലോകം മുഴുവനും ഇതുപോലെ ദുരിതത്തിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും വ്യക്തികൾക്കും വേണ്ടി ഈശോയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇന്നും മുന്നോട്ട് വിടുന്നത്.
ദൈവത്തോട് കഠിനമായിട്ട് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, എൻ്റെ സഹോദരന്മാരാണ് അവരെല്ലാവരും. ആര് മറന്നാലും എനിക്കവരെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് അത്രമാത്രം വിഷമിച്ചിട്ടുള്ളത്. ആ മക്കൾക്ക് വേണ്ടി അവരെയാണ് ഞാൻ എന്നോട് ചേർത്ത് പിടിക്കുന്നത്. അവരുടെ ദുഃഖത്തിലാണ് എൻ്റെ പങ്കാളിത്തം. ഇത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും ഇത് വിറ്റാൽ പൈസ കിട്ടുന്നതും, പിന്നെ മലയോര ഹൈവേയായിട്ട് ഇത്രയും ചെറിയ ദൂരമുള്ളൂ. ഒരു 5 മിനിറ്റ് വേണ്ട ഇവിടെ എത്താൻ. അത്രയും ദൂരം മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് തന്നെയല്ല, ടൗൺ ഇവിടെ നിന്ന് കുറച്ച് അടുത്താണ്. പയ്യാവൂരോട്ട് പോകണമെങ്കിൽ അത് സൗകര്യമുണ്ട്. പിന്നെ അതല്ല, ഉളിക്കലിൽ പോകണമെങ്കിൽ അതിന് സൗകര്യമുണ്ട്. 4 വശത്തേക്കും ഏതെല്ലാം ഭാഗത്തേക്ക് പോകണമെങ്കിലും എല്ലാം സൗകര്യങ്ങളുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു മേഖല. അതുപോലെ നല്ല അയൽവാസികൾ, ജീവിതത്തിന്, സഹകരണത്തിന് ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല മനോഭാവമുള്ള ആൾക്കാർ. കറണ്ട് എടുക്കാനോ ഒന്നിനും ബുദ്ധിമുട്ടില്ല. എല്ലാം കൊണ്ടും സൗകര്യമുള്ളൊരു മേഖലയാണിത്. പപ്പായുടെ ചെറുപ്പകാലം മുതൽ പപ്പ കൂലിപ്പണിയെടുത്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ കൂലിപ്പണിയെടുത്ത് ജീവിച്ച് വന്ന ആ സാഹചര്യത്തിൽ തന്നെ അത് പിന്തുടർന്ന് തന്നെയാണ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കളാണ് മുഴുവനും ഈ കാണുന്ന സ്വത്തുക്കൾ, ഈ കാണുന്നതെല്ലാം. ഏക്കറിന് ഏകദേശം 1 കോടി രൂപ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. നല്ല ഒരു കണ്ണായ സ്ഥലം തന്നെയാണത്. നമ്മൾ ഈ സ്ഥലം കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിന് നേരിട്ട് എഴുതി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവിടുന്ന് ഈ ദുരനുഭവം ഉണ്ടായ, ഈ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ആൾക്കാർ, ജനങ്ങൾ, അവർ അവിടെ നിന്ന് മാറി മുൻപോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് തരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർക്ക് തോന്നുന്നവർക്ക് മാറി വന്ന് എവിടെയെങ്കിലും താമസിക്കണം, സ്വസ്ഥമായിട്ട് താമസിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അതിന് ആവശ്യത്തിനായിട്ട് വരികയാണെങ്കിൽ അവർക്ക് നൽകാമെന്നാണ് ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് കൊടുക്കുക. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. അങ്ങനെ ആണ് ഈ ഒരു പ്രഖ്യാപനം പപ്പ ചെയ്തത്. എൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എൻ്റെ ഭാര്യയായിരുന്നു. വേർപാടിൽ എനിക്ക് അതിഭയങ്കരമായ ദുഃഖമുണ്ട്. അതിൻ്റെ ഫീലിംഗ് എന്നിൽ നിന്ന് ഇന്ന് വരെ വിട്ടുപോയിട്ടില്ല. 5 മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കത്തില്ല. പിന്നെ എനിക്ക് തണലായി, താങ്ങായി മകൻ കൂടെയുണ്ട്. എല്ലാത്തിനും കൂടെയുണ്ട് എൻ്റെ കൂടെ. ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ, ഇല്ലാത്തൊരു വ്യക്തി ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഇതിനൊരു സപ്പോർട്ട്. അപ്പം ഈ ഒന്നുമില്ലാത്ത ആൾ കൊടുത്തു, എനിക്കിവിടെ 10 ഏക്കറുണ്ട്, അല്ലെങ്കിൽ 20 ഏക്കറുണ്ട്, 5 ഏക്കറുണ്ട്, എന്നാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു 10 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തിക്ക് വെച്ച് കൊടുക്കാം എന്ന ഒരു തോന്നൽ ഇത് കാണുമ്പോൾ അവർക്ക് ഉണ്ടായെങ്കിൽ ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഒരു ചിന്ത എനിക്കുണ്ട്.